ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അസഹിഷ്ണുതയുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സംസാരിച്ചത് നമ്മൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വർഗീയതയുമായി സന്ധി ചെയ്ത് വോട്ട് സമാഹരിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നു. മാധ്യമ സമ്മേളനങ്ങൾ, വാർത്താ സമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവിനോട് അത് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പണ്ട് CPMന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ, നിങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന നിലയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. RSSൻ്റെ രാഷ്ട്രീയ രൂപം BJP, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി, ഈ സഹകരണം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ വിശദീകരണം അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. പകരം മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുന്നത്. അത് ഒരു വിമർശിക്കപ്പെടേണ്ട ശൈലി തന്നെയാണ്. എനിക്ക് ആ അഭിപ്രായമുണ്ട്. അദ്ദേഹത്തെ വിലയിരുത്താനോ മാർക്കിടാനോ ഒന്നും ഞാൻ ആരുമല്ല, ഞാനതിന് മുതിരുന്നുമില്ല, എനിക്കങ്ങനെ ഒരു രീതിയുമില്ല. പക്ഷേ നമ്മളൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ടെങ്കിൽ വിമർശനങ്ങളോടും ഉയർന്നു വരുന്ന ചോദ്യങ്ങളോടും നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അല്ല ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത്. ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് UDF ആണ്. മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിയെ നോക്കി പിന്തുണ പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട നിലപാട്. അപ്പോൾ അതിൽ LDFും UDFും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. അസംബ്ലി മണ്ഡല തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർലമെൻറ്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ കുറേ കാലം പിന്തുടർന്ന ആ ശൈലിയായിരുന്നു. ആളെ നോക്കി വോട്ട് ചെയ്യുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും അത് കൂടുതലും UDFനാണ് വരാറുള്ളത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ LDFനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഇവർ പിന്നീട് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് UDFിലെ ഒരു ഘടകകക്ഷിയെ പോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്രഖ്യാപിത ഘടകകക്ഷിയായിരുന്നു. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച ഇടത്ത് UDFിൻ്റെ ഓഫീസുകളിൽ അവരുടെ ഘടകകക്ഷികളുടെ കൊടി കെട്ടിയ കൂട്ടത്തിൽ ഈ കൊടിയുമുണ്ട്. അവരൊരു ഘടകകക്ഷി പോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും അവരങ്ങനെ ആ നിലപാട് തന്നെ സ്വീകരിച്ചു. അത് അവരുടെ ഒരു സ്വാതന്ത്ര്യവും അവകാശവുമായി നിലനിൽക്കുമ്പോൾ തന്നെ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരുമായി ജനാധിപത്യ കക്ഷികൾ സഹകരിക്കുന്നത് ശരിയോ എന്ന ചോദ്യമാണ് വരുന്നത്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത UDFിലെ അസോസിയേറ്റ് ഘടകകക്ഷിയായി അവരെ എടുക്കാൻ പോകുന്നുവെന്നാണ്. എടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. വാർത്ത എങ്ങനെയാണ് അത് UDF വിശദീകരിക്കേണ്ടതാണ്. ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല, അതവർ പറയേണ്ടതല്ലേ. അത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറയുന്നത് സത്യത്തിൽ ജനങ്ങളോടുള്ള ഒരു അവഹേളനമാണ്. ജനങ്ങളുടെ മുൻപാകെ അവർക്ക് ബോധ്യമാകുന്ന സുതാര്യമായ മറുപടികൾ ഇല്ലാതാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഏതായാലും മതരാഷ്ട്രവാദികളെയും, അത് ഏത് മതരാഷ്ട്രമായാലും വർഗീയ ചിന്താഗതിക്കാരെയും നമ്മുടെ നാട് അംഗീകരിക്കില്ല. ജനാധിപത്യവാദികൾ ഇക്കൂട്ടരെയെല്ലാം അകറ്റി നിർത്തിയാണ് വേണ്ടത്. എന്നോട് പ്രതികരണം ചോദിച്ചപ്പോഴെല്ലാം ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന വർഗീയത എന്നൊന്നുമില്ല. ഏത് വർഗീയതയുമായും അകലം പാലിക്കുകയാണ് ജനാധിപത്യവാദികൾ ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ UDF ഇപ്പോൾ വളരെ പ്രതിലോമകരമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ കോടതിയിൽ പ്രതിക്കൂട്ടിലാണ് ഇപ്പോൾ UDF നിൽക്കുന്നത്.